പറയടാ. അപ്പോൾ കെവിൻ മറ്റൊരു ജോലിയിലേക്ക് കടന്നു, സ്ഥലവും മാറുവാണ്. പറ എങ്ങോട്ടാ എന്താന്നൊക്കെ. ഇത് ലണ്ടൻ്റെ അടുത്താണ് ഹീത്രൂ ഇല്ലേ, ലണ്ടൻ ഹീത്രൂ. അവിടെ ഒരു കെയർ ഹോമിൽ ജോലി സെറ്റായിട്ടുണ്ട്. അത് ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്തിപ്പോൾ കിട്ടിയാണ്. അപ്പോൾ അവർക്ക് കെയർ വിസയൊക്കെ കിട്ടി അവിടെ നിന്ന്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, അവർ റെഫർ ചെയ്തപ്പോൾ എന്നെ എടുക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു അവരപ്പോൾ അങ്ങോട്ടേക്ക് മാറുവാണ്. ഈ ലണ്ടനിലായിരിക്കും ബാക്കി പരിപാടിയൊക്കെ. അപ്പോൾ മറ്റ് ജോലികളിൽ നിന്നൊക്കെ വിട്ട് ലാസ്റ്റ് ഫൈനലി കെയർ ഹോമിലോട്ട് കയറുവാണ് കെവിൻ. അപ്പോൾ നോക്കണം അവിടെ. ഇതിപ്പോൾ വിസ കിട്ടുമെന്നല്ല, എന്നാലും ചാൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ കെയർ ഹോം എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇനി PSW പീരീഡ് കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ ഒരു നിലനിൽപ്പ് വേണ്ടെന്നുള്ള രീതിയിൽ ചാൻസ് ഇത് മാത്രമല്ലല്ലോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. ലാസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ലണ്ടനാണല്ലോ, നമുക്ക് വേറെ ജോലി നമുക്ക് ട്രൈ ചെയ്യാലോ. അപ്പൊ അതാണ് സംഭവം. അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് ഫ്രണ്ടിനോട് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ എന്നോടൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് പുള്ളിക്കകത്ത്. അപ്പം തന്നെ എൻ്റെ ഫോമൊക്കെ ഫില്ല് കൊടുത്തു. പിന്നെ ഇന്റർവ്യൂ, പിന്നെ അതൊരു ഡിലേ വന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റാത്ത പോലെ ആയി. അതെ, ഇവൻ ബെഡ്ഫ്രെഡിന്റെ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആളെ എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ അവിടെ ആയിരുന്നു ഇവൻ വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ റിസൈൻ ചെയ്തല്ലേ, ചെയ്തു. ഇനിയിപ്പൊ അങ്ങോട്ട് മൂവ് ചെയ്യുവാണ്. അപ്പം ഇന്ന് ഫൈനൽ അല്ലേ, ഷിഫ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. സോ അതൊക്കെ ഒന്ന് പറയാൻ ഓർത്തു. നിന്നെ കണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോസിനാണ് ഒട്ടും വ്യൂവും കാണത്തില്ല. എല്ലാരും ചോദിക്കും കെവിൻ എന്തി. അപ്പൊ വീഡിയോ ആയിട്ട് അങ്ങ് പറയാൻ ഓർത്തു. അപ്പൊ ഇനി ഒരുമിച്ചുള്ള വീഡിയോ ഉണ്ടാകും. നമ്മള് സൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ ഓർത്തിരിക്കുന്നു. ട്രൈ ചെയ്യാം. ലീവിന്റെ ഇടയ്ക്ക് ഷെഫീൽഡിലോട്ട് വാ. അതാണ് ഷെഫീൽഡ് അല്ലേ എല്ലാം. പിന്നെന്താ പറഞ്ഞിരുന്നേ, അപ്പം ലണ്ടൻ ഇവൻ പോയി കഴിയുമ്പോഴാണ് അവിടെ എന്തെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുവാണെങ്കിൽ ഷെയർ ചെയ്യും. ഞാൻ വീഡിയോ ആയിട്ട് 2-3 കിട്ടിയ കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസ് ഞാൻ അതും കൂടെ ഓർക്കണ്ട. അവിടുത്തെ എക്സ്പീരിയൻസ് കുറെ ഉണ്ട് പറയാണ്ട്. 1-2 പ്രാവശ്യം പോയതാണപ്പോൾ കുറെ എക്സ്പീരിയൻസസ് ഉണ്ട് അവിടുത്തെ പറയാണ്ട്. അപ്പോൾ അത് രസകരമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇന്ന് നൈറ്റ് പോകും. നൈറ്റ് ഇൻ ദ സെൻസ് ഇന്ന് 24th ആണ്. ഇവിടെ രാത്രി, അതായത് 25-ാം തീയതി കൂട്ടാം ടെക്നിക്കലി. പോകുന്നു 12:55 കണ്ട. ഫ്ലിക്സ് ആകുമ്പോൾ റേറ്റ് കുറവാണ്. ലണ്ടൻ ഹീത്രൂ പിന്നെ ഒരു ബസ് പിടിക്കണം. വണ്ടി ഉണ്ടെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്താം. ഇതിപ്പോൾ ബസ്സൊക്കെ ആകുമ്പോൾ 1/2 മണിക്കൂർ കാറാങ്ങി തിരിഞ്ഞ്. പിന്നെ ഇനിയുള്ള വീഡിയോസിൽ എൻ്റെ പേഴ്സണൽ വിശേഷങ്ങളൊക്കെ കുറെ ഇടാം അല്ലേ. എങ്ങനത്തെ വേണമല്ലോ, വരുന്നുണ്ടല്ലേ. ഇനി രസമുള്ള കുറെ വീഡിയോസ് ഒക്കെ കാണും. അതെ, കുറെ പരിപാടികൾ കാണാം അവിടുത്തെ. പിന്നെ ഞാൻ ഹൗസ് കീപ്പിംഗ് ഒരു ഇതില് എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റ ഇത് ഞാൻ കൊടുത്തേക്കാം. എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. എക്സ്പീരിയൻസ് വേണം, ഹൗസ് കീപ്പിംഗ് എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചെയ്ത് ഒരു 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്യണേ. ഒരു വേക്കൻസി ഉണ്ട്, നോക്കട്ടെ. അത് അവിടെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇത് ചെയ്യാം, റെഫർ ചെയ്യാം. പിന്നെ ബെഡ്ഫ്രെഡ് ഒന്ന് ട്രൈ ചെയ്യുക. എന്നോടും ആ മാനേജർ പോണതിന് മുമ്പ് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെഡ്ഫ്രെഡിന്റെ ഇത് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ട്രൈ ചെയ്തു. അത് നല്ലതാണ്. ഈ എന്താ പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ജോലി. എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ബെഡ്ഫ്രെഡ്. കാര്യം അത് ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കാം, മേ ബി ആ ഒരു ഷോപ്പിന്റെ ഒരു ഇതായിരിക്കും. ബാക്കി ബെഡ്ഫ്രെഡിൽ ചിലപ്പോൾ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നില്ല. ഓരോ സ്ഥലത്തും വേറെ വേറെ ആയിരിക്കും. ഇവൻ അത് നല്ലതായിരുന്നു. നീ വർക്ക് ചെയ്ത സ്ഥലത്തിന്റെ പേര് ക്രിസ്റ്റൽ പീക്ക്. അപ്പോൾ എല്ലാം ഇവിടെ ഉള്ളവരൊക്കെ തന്നെയാണ്, ബ്രിട്ടീഷേഴ്സ് ആണ്. മാനേജർ ആയാലും നല്ലൊരു ഫ്രണ്ട്ലി നേച്ചർ ഒക്കെ ഉള്ള ഒരു ഇതാണ് ബെഡ്ഫ്രെഡ്. അടിപൊളിയായിട്ടുള്ള. അതും എന്തെങ്കിലും ഉണ്ട് പറ കേട്ടോ അല്ലേ. അതെ, നല്ല പേയ്മെന്റും ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ട്രെയിനിങ് തന്നെ നമുക്ക് 1160 കിട്ടും. പിന്നെ 12 കയറും. അതും വെറുതെ ഇരിപ്പുള്ള പണിയാണ്, സുഖ. ഞാൻ പറഞ്ഞു, അത് ഷോപ്പൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലയിടത്ത് നല്ല പണിയുള്ളതുകൊണ്ട്. ഇപ്പോൾ ഷെഫീൽഡിൽ എനിക്ക് തോന്നുന്നു ഫിറ്റ്സ്ലാൻഡ് സ്ക്വയറിലെ അവിടെ എനിക്ക് തോന്നുന്നു നല്ല പണി ഉണ്ടെന്ന് തോന്നുന്നു. അവിടുത്തെ ഒരു ചേട്ടൻ ഞങ്ങളോട് ജസ്റ്റ് 1-2 ദിവസം ഇങ്ങനെ പല പല ഷോപ്പിലൊക്കെ നമുക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ പുള്ളി ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ഇത്ര സുഖമാണെന്നൊക്കെ ചെയ്യാം. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ഉച്ച കഴിഞ്ഞൊന്നും പണിയില്ല, വെറുതെ ഇരിപ്പാന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ
തിരക്കുള്ള ദിവസങ്ങളും കാണും, അല്ലാത്ത ദിവസങ്ങളും കാണും. അങ്ങനെയൊക്കെ എല്ലാവരും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ ആൾക്കാർ നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇൻ ടേംസ് ഓഫ് കസ്റ്റമേഴ്സൊക്കെ ഭയങ്കര ഇവിടെ. ഇപ്പോൾ പോകുന്ന നേരത്തൊക്കെ ആണോ പോവുകയാണോ നല്ല നന്നായിട്ട് വരട്ടെ എന്നൊക്കെ കൊണ്ട് കുറേ പേരൊക്കെ വിഷ് ചെയ്തു. എന്നോട് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്യുന്നത് ഒത്തിരി പേര് ഇങ്ങനെ ഓക്കെ ആണോ വർക്കൊക്കെ എങ്ങനെയുണ്ട് ഒരു 3-4 വീക്ക് എനിക്ക് തോന്നുന്നത് 2-3 വീക്ക് ഞാൻ വർക്ക് ചെയ്തതിന് ശേഷമൊക്കെ വീണ്ടും ആൾക്കാർ ചോദിച്ച ആൾക്കാർ വീണ്ടും ചോദിക്കുന്നുണ്ട് ഓക്കെ ആണോ ഇഷ്ടപ്പെടുന്നുണ്ട് ഇൻഡസ്ട്രി എങ്ങനെയാണെന്നൊക്കെ. നീ അവിടെ 2 മാസം നിന്നോ? 1.5 എന്നാണ് പറയാം. അപ്പം അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്താണ് ഫ്രണ്ട് ഇങ്ങനെ ചുമ്മാ ചോദിച്ചു ഇങ്ങനെ കെയർ ഹോം നോക്കണ്ടോ വേക്കൻസി ഉണ്ടെന്ന് എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞു. എനിക്ക് പക്ഷേ ആ ഒരു ഇതില്ല ഞാൻ ഇപ്പൊ നിന്റെ PSW 1 ഇയർ കഴിഞ്ഞു ഇപ്പൊ? ഇല്ലല്ലോ. അപ്പൊ ഇപ്പം PSWയിലാണ് നിക്കുന്നത്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പം എന്താ നമ്മൾക്ക് ഇവിടെ തന്നെ നിൽക്കണം എന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു കെയർ വിസ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എക്സ്പീരിയൻസോട് കൂടി എവിടെയെങ്കിലും ഇപ്പോഴേ കയറുന്ന കുറേ കൂടെ ബെറ്റർ എന്ന് ഓർത്തു. അങ്ങനെ ഇപ്പം നോക്കിയത്. സോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ബെഡ്ഫ്രെഡിൽ കയറാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ എസ്പെഷ്യലി ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കെയറിൻ്റെ ഒക്കെ സ്പൗസ് ആയിട്ടൊക്കെ നിൽക്കുന്ന അങ്ങനെ അടിപൊളി ഓപ്ഷനാണെന്നാണ് ബെഡ്ഫ്രെഡ്. കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ 5 ദിവസം ഷിഫ്റ്റ്, അതും 40 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ഒരു പിന്നെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഓഫൊക്കെ എടുക്കാം. അത് നമ്മുടെ മാനേജറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും എൻ്റെ ഒരു മാനേജർ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ടെന്ന് വെക്കേഷൻ പോകണില്ലേ ഹോളിഡേ പോകണില്ലേ. വർക്കിന് കയറി 2ാമത്തെ വീക്ക് കഴിഞ്ഞ തൊട്ട് പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഒരു കെയർ ഹോമിൻ്റെ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ വെക്കേഷൻ ഇല്ല. പിന്നെ വെക്കേഷൻ പോയിട്ട് വന്നാലും ശോകമല്ല, പിന്നെ പണിക്ക് കയറണം എന്ന് ഓർക്കുമ്പോഴത്തേക്കും. അപ്പൊ ഇത് കൺഫേം ആയിട്ട് നമ്മൾ വീഡിയോയിൽ പറയാന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. കാര്യം എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് പറഞ്ഞത് ഷിഫ്റ്റായി. അതിനു മുമ്പ് ഷിഫ്റ്റ് ഒരു റെഫറൻസിൻ്റെ ഒരു ചെറിയൊരു ഡിലേ ഉണ്ട്. ഞാൻ ഗ്രീൻ കോറിൽ 1-2 മാസം വർക്ക് ചെയ്ത്. അപ്പോൾ അവിടുത്തെ റെഫറൻസിങ് എങ്ങനെയാണ് കിട്ടണ്ടായില്ല എൻ്റെ ഒരു പരിപാടിയൊക്കെ. എവിടെ ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ല റെഫറൻസിങ്ങിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഡിലേ വന്നു. അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷം അല്ലേ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെയും എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഞാനിത് ബെഡ്ഫ്രെഡിൽ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്താണ് മറ്റേ ഈ കെയർ ഹോമിൽ. ബെഡ്ഫ്രെഡിൽ ഇന്റർവ്യൂവിന് മുമ്പ് നീ ഒന്ന് ആലോചിച്ച് നോക്കിയ. അപ്പൊ ബെഡ്ഫ്രെഡിന്റെ മുന്നേ നീ എവിടെ ആയിരുന്നു? സെയിൽസില്. അതിനെ മുന്നേ അവിടെ വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പൊ ഇപ്പൊ ലിറ്ററലി പറയുകയാണെങ്കിൽ ഒരു 7-8 ജോബ് ആയി ഇപ്പൊ. അതാണ്. അപ്പം ഇവരെ ഞാൻ പറയാം എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, എടുത്തത് ഫ്രണ്ട്സിൻ്റെ റെക്കമെൻഡേഷൻ മാത്രം കൊണ്ടാണ്, അല്ലാണ്ട് ഒരു ചാൻസും ഇല്ല എന്നെ അവിടെ കണ്ട്. അപ്പോൾ അവിടെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് അവിടെ നിൽക്കുന്നതിന്. വീസ കൊടുക്കും, പിന്നെ ഒരു നല്ല കെയർ ഹോം ആണ്. അപ്പോൾ പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, മല്ലൂസ് ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇപ്പോൾ അവരങ്ങനെ ഹയർ ചെയ്യുന്നില്ല. അതും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, പ്രത്യേകം പറഞ്ഞു അത് സെലക്ട് ആയപ്പോൾ തന്നെ ആരെ ഹയർ ചെയ്യുന്നില്ല, ഇത് ഞങ്ങൾ ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് മാത്രം എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ അപ്പം നോക്കാം, ഒരു ട്രൈ ചെയ്യേ. പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഫസ്റ്റ് വീക്കൊക്കെ ഇൻഡക്ഷൻ ആയിരിക്കും, ഓൺലൈൻ ഇൻഡക്ഷൻ ട്രെയിനിങ് ഒക്കെ ആയിരിക്കും. വീട്ടിൽ നിന്ന് ബാക്കിയൊക്കെ അവിടെ ഷിഫ്റ്റ് അവർ തരും. അവിടെ പിന്നെ ഷിഫ്റ്റിനൊരു ക്ഷാമമില്ല. ഇപ്പോൾ ഇവൾക്കായാലും പലർക്കായാലും ഷിഫ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. ഓവർ സ്റ്റാഫ് ആയിരുന്നു ഒരിടയ്ക്ക്. ഇപ്പൊ പിന്നെ എല്ലാവരും ഹോളിഡേ പോകുന്ന കാരണം വലിയ കുഴപ്പമില്ല. അവിടെ ഇപ്പൊ ഞാൻ പോകുന്നിടത്ത് ഷിഫ്റ്റിന്റെ ഒരു പ്രശ്നമില്ലെന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മിനിമം 44 hours കണ്ട ഷിഫ്റ്റ്. സ്റ്റുഡന്റ് ആയിരുന്നപ്പോ ഞങ്ങൾക്ക് 11 hour 1 hour ബ്രേക്ക്, അപ്പൊ 10 മണിക്കൂർ. അതെ. പിന്നെ എവിടെയാണ് മറ്റേ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ എന്തായാലും. പിന്നെ ലണ്ടനാണല്ലോ എക്സ്പെൻസ്. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒത്ത് വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് ഹീത്രൂവിലേക്ക് മാറിയത്, അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല. എന്ന കാര്യം അവിടുത്തെ ചിലവൊക്കെ എങ്ങനെയാണ് ഇനി അറിയാൻ പാടില്ല കേട്ടോ. ഇത്രയൊക്കെ എനിക്ക് കുറേ ഓപ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ എക്സ്പീരിയൻസും ലൈഫ് എങ്ങനെയാണെന്ന്, പിന്നെ എങ്ങനെയുണ്ട് ഒരു പുതിയ ജോബ് തുടങ്ങിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ പറ. അല്ലേ ഞങ്ങൾ ഓർക്കുന്ന സൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുത്തിടാന്നൊക്കെ ഓർക്കുന്നു. അറിയൂല ഇനി എങ്ങനെ ആകും എന്നൊക്കെ. പിന്നെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും അല്ലേ? വേറൊന്നുമില്ല. അപ്പൊ എപ്പോഴും ജോലി നോക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യേ. ബെഡ്ഫ്രെഡിൽ ഇവന് വേണമെങ്കിൽ റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഹൗസ് കീപ്പിങ്ങിന്റെ ഇത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്നോടും കൂടി ഒന്ന് പറ, ഞാൻ നോക്കട്ടെ. ആ വേക്കൻസി എപ്പോഴും ഉണ്ടെങ്കിൽ ഞാനും റെഫർ ചെയ്യാം. അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ആളെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാം അല്ലേ? വീഡിയോ കമൻസിൽ വന്ന് പറഞ്ഞാൽ മതി.
സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ 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 ബൈ.